ഹിന്ദു പരിഷത്തിന്റെ കൂപ്പൺ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കൂപ്പൺ നിഷയ്ക്ക് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിക്കുക. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്താണ് നിങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ ഇതിനകത്ത്? അതായത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നതാണ് 55 കോടി ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ പണം പിരിക്കും. അന്നത്തെ ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാറിന്റെ വാർത്താക്കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം അവർ രാഷ്ട്രപതിയിൽ നിന്ന് അന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് തുടങ്ങുന്നത്. ആര് പിരിക്കുന്നതാണ്? വിശ്വ ഹിന്ദു പരിഷത്ത്. ശ്രീ ആർ വി ബാബു, ആര് പിരിക്കുന്നതാണ്? നിഷ, ആ പണം പിരിക്കുന്നത് ആരാണ്? വിശ്വ ഹിന്ദു പരിഷത്താണോ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ആണോ? ആര് പണം പിരിക്കുന്ന പറഞ്ഞത്? വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ ടോൾ മീഡിയ പേഴ്സൺസ് ഹിയർ ദാറ്റ് campaign would cover 55 crore people. അതായത് വിശ്വ ഹിന്ദു പരിഷത്താണ് അവരുടെ നിലയ്ക്ക് പണം പിരിച്ച് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനെ സഹായിക്കാനുള്ള പണപ്പിരിവ് നടത്തുന്ന അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. ട്രസ്റ്റ് നടത്തും എന്നാണ്. The collection would be made by coupons printed in denomination of 10, 100 and 1000. ട്രസ്റ്റ് ആണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ആണ് ഈ കളക്ഷൻ നടത്തുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന പണപ്പിരിവിന് എന്തിനാണ് BHP ഇന്റർനാഷണൽ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി കൂപ്പന്റെ വിശദാംശങ്ങൾ പറയുന്നത്? ശ്രീ ആർ വി ബാബു, അല്ല, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ട്രസ്റ്റിലുള്ളത്. ഇത് രണ്ടും രണ്ട് സംവിധാനമാണ്. ശ്രീ ആർ വി ബാബു, 2020 ഡിസംബർ 24 വാർത്തയാണ് ഞാൻ പറയുന്നത്. BHP ഫണ്ട് റൈസിംഗ് ഫോർ രാം മന്ദിർ from January 15th. A nationwide fundraising campaign to build Ram temple at Ayodhya is to be launched by Vishwa Hindu Parishad to speed up the construction of work. ഇത് ഞാൻ പറയുന്നതല്ല, 2020 ഡിസംബർ 24 മാധ്യമങ്ങൾ സകലം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. താങ്കൾ അറിഞ്ഞില്ലേന്ന് എനിക്കറിയില്ല. ഇത് ഈ രാജ്യത്ത് നടന്ന കാര്യമാണ്. വാർത്തകൾ വന്നൊന്നുമല്ല, വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞാണ്. ഞാനേ ഈ വാർത്തകളെ സംബന്ധിച്ച് അല്ല, വാർത്താ സമ്മേളനം നടത്തിയ അത് ട്രസ്റ്റിന് വേണ്ടി നടത്തിയ ട്രസ്റ്റിന്റെ പേരിൽ ട്രസ്റ്റിന്റെ റിസീറ്റ് അടിച്ച് ട്രസ്റ്റ് നടത്തിയ പിരിവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ട്രസ്റ്റിന് സ്വാഭാവികമായിട്ടും ഓൺ ചെയ്യുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാരാണ്. ചെമ്പത്രായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ഓൾ ഇന്ത്യ ഉപാധ്യക്ഷനാണ്. സ്വാഭാവികമായിട്ടും ട്രസ്റ്റിന്റെ ആ ഉത്തരവാദിത്വം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഡർക്ക് ട്രസ്റ്റിന്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ആ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രസ്റ്റാണ് ആ കളക്ഷൻ നടത്തിയിട്ടുള്ളത്. ട്രസ്റ്റ് ആ പണം പിരിവ് നടത്തിയിട്ടുണ്ട്. അതിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, കണക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കുക.